വെളിച്ചം കടന്നു വരുവാൻ ധൈര്യപ്പെടാത്ത ഏറ്റവും ആഴമേറിയ ആഘാത ഗർത്തത്തിൽ നിന്ന് ആകാശത്തിൻ്റെയും ഭീകരതയുടെയും ഒരു കോട്ട തന്നെ ഉയർന്നു വരുന്നു. സമുദ്രത്തിൻ്റെ തന്നെ കോപം മാംസമാക്കി മാറ്റിയോ എന്ന് ചിന്തിപ്പിക്കുന്ന ഒരു ടെയിൽഡ് ബീസ്റ്റ്. വിധിയുടെ 3 വാലുള്ള ഈ നിശബ്ദ ഭീകരനെ തിരമാലകൾക്കോ ഉരുക്കിനോ തുളച്ചു കയറുവാൻ കഴിയില്ല. അതെ, നിശ്ചല ജലത്തിന്റെ ഉപരിതലത്തിനിടയിൽ നാശമാണ് ഉറങ്ങുന്നത്. അത് ഉണരുമ്പോൾ ലോകം അതിന്റെ ഗർജനത്തിൽ മുങ്ങിപ്പോകുന്നു. ഭയത്തിന്റെ കാവൽക്കാരനായ ഒരൊറ്റക്കണ്ണൻ ആഴത്തിൽ നിന്ന് തന്നെയാണ് നോക്കുന്നത്. ഒരു പടവാളിനും തകർക്കുവാനാകാത്ത കവചവും ഏന്തിയ 3 വാലുള്ള രാക്ഷസനായ സമുദ്രാധിപൻ. സമുദ്രങ്ങൾ പോലും വിറയ്ക്കുമ്പോൾ, തിരമാലകൾക്കിടയിൽ നിഴലുകൾ ഇളകുമ്പോൾ ഭീകരതയുടെ 3 വാലുള്ള ഒരു വിധിയുടെ പുറന്തോട് ഉയർന്നു വരുന്നു. അതെ, ദ വൺ ആൻഡ് ഓൺലി 3-tailed beast എന്ന അപരനാമമുള്ള ഇസോബു. ഓക്കെ ഫൈൻ, നാറുട്ടോ സീരീസിൽ ടെയിൽഡ് ബീസ്റ്റുകളെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന സെഗ്മെന്റിലെ 3ാമത്തെ വീഡിയോ ആണിത്. അതെ, എക്സ്പ്ലെയിനിങ് ദ 3-tailed beast അല്ലെങ്കിൽ ഇസോബു. ദ ഷെൽ ഓഫ് ദി അബീസ് എന്നാണ് ഡേറ്റാ ബുക്ക് ഇതിനൊരു അപരനാമം തന്നെ കൊടുത്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ അതിന്റെ ഒറിജിൻ, ഹിസ്റ്ററി, പവേഴ്സ്, ഹോസ്റ്റ്, ബാറ്റിൽസ് ആൻഡ് ഓവറോൾ റോൾ ഇൻ നാറുട്ടോ ആൻഡ് ലെഗസി നോക്കുന്നതായിരിക്കും. ആദ്യം തന്നെ ഇസോബുവിന്റെ ആ ഒരു ഒറിജിൻ ആൻഡ് ക്രിയേഷൻ നോക്കാം. ബാക്കിയുള്ള എല്ലാ ടെയിൽഡ് ബീസ്റ്റിനോടൊപ്പം ഹോഗറോമ ഔട്ട്സുക്കി എന്ന് പറയുന്ന സേജ് ഓഫ് 6 പാക്ക് 10 tails ചക്രനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത 3ാമത്തെ ടെയിൽഡ് ബീസ്റ്റ് ആണ് ഈ പറഞ്ഞ ഇസോബു. അപ്പിയറൻസിൽ നമ്മൾ കാണുമ്പോൾ ഈ ഇസോബു സത്യം പറഞ്ഞാൽ ഒരു ജൈന്റ് ടർട്ടിലായിട്ടാണ് തോന്നുന്നത്, ഒരു വലിയ ആമയായിട്ട്. എന്നാൽ ഇതൊരു സാധാരണ ആമയല്ല, എ സ്പൈക്ഡ് ആർമർ ഷെൽഡ് ആയിട്ടുള്ള ഒരു ആമയെന്ന് തന്നെ പറയാം. ഇതിൻ്റെ 3 വാലുകൾ ഒരു ഞണ്ടിൻ്റെ ക്രാബിൻ്റെ കൈയൊക്കെ പോലെയാണ് ഇരിക്കുന്നത്. കൂടാതെ അതിനൊരു ഒറ്റ കണ്ണേ ഉള്ളൂ. അതെ, ഒരു സൈക്ലോപ്സ് ആണ്, ഒരു റെഡ് ആൻഡ് മെനസിംഗ് ആയിട്ടുള്ള ഒരു കണ്ണ്. കിഷിമോട്ടോ ഇതിന്റെ ഡിസൈൻ സിംബലൈസ് ചെയ്യുന്നത് ഡിഫൻസിനെയും റോ ഡ്യൂറബിലിറ്റിനെയും എന്ന് ഡേറ്റാ ബുക്കിൽ പറയുന്നുണ്ട്. ഇനി നമുക്ക് ഇസോബുവിന്റെ പേഴ്സണാലിറ്റി നോക്കാം. ഇസോബു ഐസൊലേഷൻ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ഉള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഓഷ്യൻസും ലേക്സും ഇദ്ദേഹം തിരഞ്ഞെടുക്കുന്നത്. അതോടൊപ്പം തന്നെ കുറാമയുടെ അത്രയും തന്നെ ദേഷ്യവും ഇസോബുവിനുണ്ട്. ബട്ട് പ്രോവോക്ക് ആകുന്നിടം വരെ ഒന്നും തന്നെ ചെയ്യില്ല, അങ്ങോട്ട് കയറി മാന്തത്തില്ല എന്ന് വേണമെങ്കിൽ പറയാം. ബാക്കിയുള്ള ടെയിൽഡ് ബീസ്റ്റിനെ പോലെയും, അതായത് മെയിൻലി ഉള്ള മിക്ക ടെയിൽഡ് ബീസ്റ്റിനെ പോലെയും ഹ്യൂമൻസിനോട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെയ്റ്റ് ഇസോബുവിനും ഉണ്ടായിരുന്നു. കാരണം അവരെ യൂസ് ചെയ്യുമായിരുന്നല്ലോ. ഇസോബുവിൻ്റെ നോൺ ആയിട്ടുള്ള ജിഞ്ചുറുക്കികൾ അല്ലെങ്കിൽ ഹോസ്റ്റുകൾ ആരാന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേറ്റാ ബുക്ക് അനുസരിച്ച് 2 ജിഞ്ചുറുക്കികളെ പറയുന്നുണ്ട്. ഫസ്റ്റ് ജിഞ്ചുറുക്കി റിൻ ആണ്. അതെ, മിനാട്ടോയുടെ ടീമിലെ മെഡിക്കൽ നിഞ്ച ആയിരുന്ന റിൻ. അതിൻ്റെ ബാക്ക് സ്റ്റോറിയൊക്കെ നമുക്കറിയാം. കിരിഗാക്കുറയിലെ ആൾക്കാർ ഫോഴ്സ്ഫുള്ളി ക്യാപ്ചർ ചെയ്ത് ഇസോബുവിനെ ഹോസ്റ്റാക്കി മാറ്റി. അവരുടെ പ്ലാൻ അനുസരിച്ച് മനഃപൂർവ്വം കൊണോഹ വില്ലേജിനെ ഡിസ്ട്രോയ് ചെയ്യും. അതായത് റിന്നിൻ്റെ കയ്യിൽ നിന്ന് കൺട്രോൾ പോകുമ്പോൾ അത് സംഭവിക്കുമല്ലോ, അതായിരുന്നു ഇവരുടെ പ്ലാൻ. ഇതിനെ തുടർന്നാണ് നമ്മുടെ കക്കാഷി, അതായത് റിന്ന് തന്നെ സൂയിസൈഡ് ചെയ്യുന്നതാണ്. കക്കാഷി ചിഡോരിയുടെ മണ്ടയിലേക്ക് റിന്ന് കയറുന്നതും ബാക്കിയുള്ള കഥാപശ്ചാത്തലവും എല്ലാം. എന്നിരുന്നാലും റിന്നിൻ്റെ മരണശേഷം ഇസോബു റിട്ടേൺ ടു ദ വൈൽഡ് എന്നാണ് ഡേറ്റാ ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് ജിഞ്ചുറുക്കി യാഗുറ കറാട്ടാച്ചിയാണ്. അതെ, കിരിഗാക്കുറയുടെ 4th മിസൂക്കാകെ. എന്തിനേറെ പറയുന്നു, മാദ്ര അല്ലെങ്കിൽ ഒബീറ്റോ ഉച്ചീഹ ഗെഞ്ചുറ്റ്സുവിൽ കൺട്രോൾ ചെയ്യപ്പെട്ട ഒരാളായിരുന്നു ഇത്. ഈ ഒരു മാനിപ്പുലേഷന്റെ സമയത്താണ് യാഗുറ ബ്ലഡി മിസ്റ്റർ എന്ന് പറയുന്ന ആ ഒരു സംഭവം തന്നെ കൊണ്ടുവന്നത്. ഇൻഫേമസ് ഫോർ ബ്രൂട്ടാലിറ്റി ആൻഡ് ചൈൽഡ് കില്ലർ എക്സാം. യെസ്, ആൻഡ് ഇവഞ്ച്വലി കില്ലാകപ്പെട്ടു. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ ഇസോബു റിലീസ് ആകുകയും ചെയ്യപ്പെട്ടു. ബാക്കിയുള്ള ജിഞ്ചുറുക്കികളുടെ പേര് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനി നമുക്ക് പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് നോക്കാം. അതായത് ഇവർക്കെല്ലാം കോമൺ ആയിട്ടുള്ള കുറച്ച് പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് നോക്കുകയാണെങ്കിൽ എനോർമസ് ആയിട്ടുള്ള ചക്രയൊക്കെ അല്ലേ. ഫോർ എക്സാമ്പിൾ ഫിസിക്കൽ എബിലിറ്റീസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇസോബു ഇമ്മൻസ് ഡ്യൂറബിലിറ്റി ആയിരുന്നു. അതായത് ഒരു ആമയാണെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ പുറത്തോട് ഒടിക്കാൻ തന്നെ നല്ല രീതിയിൽ പണിപ്പെടണം. എക്സ്ട്രീംലി ഹാർഡ് എന്നാണ് ഡേറ്റാ ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ വാട്ടർ മാസ്റ്ററിയാണ്. അതെ, ജൈജാൻറ്റിക് ആയിട്ടുള്ള തിരമാലകൾ വെച്ചുള്ള യുദ്ധങ്ങളിൽ ഇസോബു പേര് കേട്ടവനായിരുന്നു. അതുപോലെ തന്നെ അണ്ടർ വാട്ടർ ബാറ്റിൽസിലും ഇസോബുവിൻ്റെ മാസ്റ്ററി അതുല്യമാണ്. ഇസോബുവിൻ്റെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു അറ്റാക്കിംഗ് ഒഫൻസീവ് ടെക്നിക്കാണ് സ്പൈക്ഡ് ഷെൽ അറ്റാക്സ്. അതെ,
നമ്മുടെ ഈ ആ ഒരു ഷെല്ല് കറങ്ങിക്കൊണ്ട് സ്പൈക്കാണല്ലോ ഓൾറെഡി, അത് കറങ്ങിക്കൊണ്ട് ഡിസ്ട്രക്റ്റീവ് വീല് പോലെ ആക്ട് ചെയ്ത് എനിമീസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു. ഇനി നമുക്ക് ജുറ്റ്സു ആൻഡ് ചക്ര പവേഴ്സ് നോക്കുകയാണെങ്കിൽ എല്ലാ ടെയിൽഡ് ബീസ്റ്റിനും ഉള്ളതുപോലെ തന്നെ ടെയിൽഡ് ബീസ്റ്റ് ബോംബ് എന്ന് പറയുന്ന ആ ഒരു സാധനമുണ്ട്. അല്ലാതെ ജുറ്റ്സു എന്ന് പറയുകയാണെങ്കിൽ വാട്ടർ റിലീസ് ടെക്നിക്സിലുള്ള എൻഹാൻസ്ഡ് വാട്ടർ ജുറ്റ്സുവിൻ്റെ ഒരു മാസീവ് സ്കെയിൽ തന്നെ ഇബോസുവിൻ്റെ കയ്യിലുണ്ട്. ഇനി യുണീക്ക് ട്രേറ്റ് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ യുണീക്ക് ട്രേറ്റ് ഡിഫെൻസീവ് ആയിട്ടുള്ള എബിലിറ്റീസ് ഹയ്യർ ആണ് ബാക്കിയുള്ള എല്ലാ ടെയിൽഡ് ബീസ്റ്റിനേക്കാളും, കാരണം അതിനൊരു ഷെല്ലുണ്ട്. അതോടൊപ്പം തന്നെ കരയിലും വെള്ളത്തിൽ നിന്നും ഒരേപോലെ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ടെയിൽഡ് ബീസ്റ്റ് എന്ന് പറയുക ഈ പറഞ്ഞ ഇസോബോ മാത്രമാണ്. ഇസോബോനെ അതാണ് ഏറ്റവും കൂടുതൽ വെർസറ്റൈലാക്കി മാറ്റി നിർത്തുന്നത്. ഇനി നമുക്ക് ഇസോബോന്റെ മേജർ സ്റ്റോറി ഈവൻസും ടൈം ലൈനും ഒക്കെ നോക്കുകയാണെങ്കിൽ ഏൻഷ്യൻ ടൈംസിൽ ഹോഗറോമയുടെ സീലിൻ്റെ ഒക്കെ അവസാനം ഓരോ ടെയിൽഡ് ബീസ്റ്റും അതാത് സ്ഥലങ്ങളിലേക്ക് പോയി. പിന്നീടുള്ള ടൈം ലൈൻ തേർഡ് ഷിനോബി വേറാണ്. ആ ഒരു ടൈമിലാണ് റിന്നിൻ്റെയും ആ ഒരു കഥാപശ്ചാത്തലം വരുന്നത്. അത് കഴിഞ്ഞ് ബ്ലഡി മിസ്റ്റ് എറയറാണ് ഇസോബുവിൻ്റെ കാര്യം പറയുന്നത്, യാഗുറയുടെ ഉള്ളിൽ പ്രോസസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് അതായത് യാഗുറയുടെ മരണശേഷം ഇസോബു വീണ്ടും വൈൽഡാകുകയും അത് കഴിഞ്ഞ് കടലിലും ലേക്സിലുമൊക്കെ ഹാബിറ്റാറ്റ് തപ്പി നടക്കുകയും ചെയ്തിരുന്നു. അവസാനം അക്കാട്സുക്കി ക്യാപ്ചർ ചെയ്തു, അതായത് ഡെയ്ഡറയും ടോബിയും കൂടെ ക്യാപ്ചർ ചെയ്ത് എടുക്കുന്നതായിട്ടാണ് മെയിൻലി ഈ 3 ടൈൽഡ് ബീസ്റ്റിൻ്റെ കഥാപശ്ചാത്തലങ്ങളിലുള്ള ടൈം ലൈൻ അവസാനിക്കുന്നത്. ഇനി നമുക്ക് വീക്ക്നെസ് നോക്കുകയാണെങ്കിൽ ടിമിഡ് നേച്ചറാണ്. അതായത് നമ്മുടെ കുറാമയുടെ അത്രയും പോലും അഗ്രസീവ് ഒന്നും അല്ലെങ്കിലും സ്റ്റിൽ അഗ്രസീവാണ്. അതേപോലെ തന്നെ മാനിപ്പുലേഷന് വിധേയനായി പോയ ഒരു ടെയിൽഡ് ബീസ്റ്റാണ്. അതായത് റിന്നാണേലും യാഗുറ ആണേലും ബാക്കിയുള്ളവരുടെ ഒരു പോൺസ് അല്ലെങ്കിൽ കാലാളായിരുന്നു, സ്വന്തമായി തീരുമാനമെടുത്തവരായിരുന്നില്ല. എൻ്റെ സ്റ്റോറി ലൈൻ എടുത്ത് നോക്കുകയാണെങ്കിൽ എപ്പോഴും ആക്റ്റീവ് ബാറ്റിലിൽ പങ്കെടുക്കാത്ത ഒരു തരം ടെയിൽഡ് ബീസ്റ്റ് ആയിരുന്നു ഈ പറഞ്ഞ ഇസോബു. അതുകൊണ്ട് തന്നെ അതിനെ പെട്ടെന്ന് കീഴടക്കുവാൻ എളുപ്പമാണ്, കാരണം കോമ്പാക്റ്റ് ആൻഡ് എക്സ്പീരിയൻസ് കുറവായിരുന്നു. 3 ടൈൽഡ് ബീസ്റ്റിൻ്റെ ഇമ്പാക്റ്റ് ഷിനോബി വേൾഡിൽ ഏതൊക്കെ തരത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് റിന്നിൻ്റെ സാക്രിഫൈസ് കാരണമാണ് ഒബീറ്റോ ആ ഒരു രീതിയിൽ ടോബിയായി മാറിയെന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെ ബ്ലഡി മിസ്റ്റ് എറയിൽ യാഗുറ നമ്മുടെ കിരിഗാക്കുറയ്ക്കെതിരെ തന്നെ ടെറർ അഴിച്ചു വിട്ടതും ഈ 3 ടൈൽഡ് ബീസ്റ്റിൻ്റെ പവറിൻ്റെ ആ ഒരു പ്ലാനിൽ തന്നെയാണ്. പിന്നെ അക്കാട്സുക്കിയുടെ പ്ലാനും അറിയായിരുന്നല്ലോ, 10 ടൈംസിനെ റിവൈവ് ചെയ്യിക്കാൻ ഈ ഒരു ഇസോബും ആവശ്യമായിരുന്നു. ആൻഡ് ഫൈനലി സിംബലൈസേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ബിജു അല്ലെങ്കിൽ ടൈൽഡ് ബീസ്റ്റിനും പറയാൻ പറ്റുന്നത് പോലെ തന്നെ ഹ്യൂമൻ അംബീഷൻ കാരണം ഇന്നസെൻ്റ് ആയിട്ടുകൊണ്ടിരുന്ന ഓരോ ടൈൽഡ് ബീസ്റ്റും ഹേറ്ററിൽ ഉളവായിയെടുത്തു. ഇത്രയൊക്കെയാണ് ബേസിക്കലി 3 ടൈൽഡ് ബീസ്റ്റിനെ പറ്റി എൻ്റെ നാറൂട്ടോ സീരീസിൽ പ്രതിപാദിക്കുന്നത്. എന്നിരുന്നാലും ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഡൗൺ ബിലോ. വാലിഡേറ്റ് ആണെങ്കിൽ നമ്മൾ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. അടുത്തൊരു നാറൂട്ടോ യൂണിവേഴ്സിലെ ടൈൽഡ് ബീസ്റ്റ്, അതായത് ഇപ്പോൾ 1, 2, 3 ടൈൽഡ് ബീസ്റ്റായി 4, 5, 6, 7, 8, 9 ബാക്കിയുള്ള ടൈൽഡ് ബീസ്റ്റിനെ പറ്റിയുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ ഗൈസ്. told you long ago